Very, very good afternoon. This is Life at Metro with you, Sanjana. Sanjana മാത്രമല്ല മനു എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പോവാണ്. മനു, ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ആക്ച്വലി ഞാനിവിടെ വരുന്നതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ടാവും. മനു ഞാനും ഒരുമിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്ക് അറിയില്ലെങ്കിലും ലിസണേഴ്സിന് അറിയാം എന്തുകൊണ്ടായിരിക്കും നമ്മൾ രണ്ടുപേരും ഒരുമിക്കുന്നത്. ഒരേ ഒരു കാര്യത്തിന് മാത്രമേ. Yes, that's it. We are going to talk about food right now. Manu, എന്താണ് ആ സർപ്രൈസ്? നമുക്ക് പൊളിക്കാം. ആ ഒരു സർപ്രൈസ് പൊളിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഇവിടെ സ്റ്റുഡിയോ ടേബിളിൽ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയുടെ പേര് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും, നമുക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് കപ്പ് കേക്ക്സ് ഉണ്ട്. പിന്നെ റേഡിയോ മീ ആൻഡ് മറ്റൊരു പേര്, ആ ഒരു പേരെന്താണെന്ന് നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും. ആ ഒരു പേര് കൂടെയുള്ള ഒരു കപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത്? അതെ, എടുത്തു പറയേണ്ട അനൂപും ജാമിയും നിത്യം ഈ വഴിയിലൂടെ വരാൻ പാടില്ല. ഇത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. അതെ. സോ യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് UAE ഫുഡ് ഗൈഡ്. നിങ്ങളിപ്പോ ഫേസ്ബുക്കിലൂടെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സെക്കൻഡ് ബൈ സെക്കൻഡ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ആ ഒരു ഗ്രൂപ്പിൽ നിന്നിപ്പോ അവർ വളർന്നു കഴിഞ്ഞു. ആൻഡ് ആ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞു, വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു, ഒരുപാട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആക്ടിവിറ്റീസിലേക്ക് കടന്നു കഴിഞ്ഞു. ആൻഡ് യെസ്, ദേ ആർ ഹിയർ. വെൽക്കം ടു ദി ഷോ. കുറെ നാളത്തിന് ശേഷമാണ് ഇത്രയും സുന്ദരികൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. എവരിവൺ ഈസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് എടുത്തു പറയേണ്ട ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UAE ഫുഡ് ഗൈഡ് ആണ്. ഒബ്വിയസ്ലി ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുഡ് ഗൈഡ്. അതെ, ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പണ്ട് കാലത്ത് കല്യാണം കഴിച്ചു കൊണ്ടുകഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇതുപോലത്തെ ഓരോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇറ്റ്സ് സോ ഈസി, വെരി ഈസിയാ. ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ടപ്പേ എന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾമോസ്റ്റ് 8600 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മളോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്തത്. പക്ഷെ ആ ഫുൾ 8600 ആൾക്കാരെ നമുക്ക് ഒബ്വിയസ്ലി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. ആൻഡ് വി ഹാവ് ഷമീം, റസ്മീന, ലാൻസിയ, നാസ്, തഹസീൻ. ഞാൻ ഈ പേരൊന്നും തെറ്റിയല്ല പറഞ്ഞെന്ന് വരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ശരിക്കും നന്ദി പറയുന്നത് ഷമീമിനെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഷമീമാണ് ഈ മൊത്തം ഗ്രൂപ്പിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വെൽക്കം ദ ഷോ ഷമീം. എങ്ങനെയാണ് ഈ ഒരു തോട്ട് മനസ്സിൽ വന്നത്, ഇങ്ങനെ ഒരു സാധനം തുടങ്ങണം, അല്ലെങ്കിൽ വാട്ട് വാസ് ദ റീസൺ ഫോർ ഓൾ ദിസ്? ഐ തിങ്ക് 2013 നമ്മൾ തുടങ്ങിയത്. ബാക്കി ഫോറംസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കുറെ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ ഐ തിങ്ക് ഒരു പോസ്റ്റ് കണ്ടു ഞാൻ, ദാറ്റ് സേസ് ദാറ്റ് ഇന്ന് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സോ ഐ തോട്ട് this is what we need in Dubai. I spoke to 2-3 people. അവർ പറഞ്ഞു വേണോ, ആവശ്യത്തിലധികം പ്രശ്നമില്ല, ഇനിയിപ്പോ ഇതും കൂടെ തുടങ്ങണമെന്ന്. ഐ തിങ്ക് ഇതൊരു ഒരാഴ്ച വരെ പോയി. then I realized ഇല്ല, ഇത് വേണം. സോ ഓവർ നൈറ്റ് കവർ പിക്ചർ ഉണ്ടാക്കി, ഗ്രൂപ്പ് ഉണ്ടാക്കി, മാസ് മെയിൽ അയച്ചു എല്ലാവരോടും, എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം, ഞാനിങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്, ഫുഡി അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ജോയിൻ ഇൻ ആൻഡ് സ്റ്റാർട്ട്. നെക്സ്റ്റ് 1 വീക്ക് ആരും ഉറങ്ങിയിട്ടില്ല. 3 o'clock 4 o'clock നോട്ടിഫിക്കേഷൻസ് ഓവർ നോട്ടിഫിക്കേഷൻസ്, എവിടെ ഭക്ഷണം കഴിക്കുന്നത്, എന്താ വീട്ടിലുണ്ടാക്കിയത്. സോ അപ്പൊ തന്നെ വി ന്യൂ റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്ലേസ്, എക്സാക്ട്ലി വാട്ട് വി നീഡഡ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ആക്ച്വലി. ഓക്കെ, ഇതിപ്പോ കേൾക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആവും, എന്താണ് ഈ ഗ്രൂപ്പ് UAE ഫുഡ് ഗൈഡ്? ഐ തിങ്ക് ദേ ഷുഡ് ലോഗ് ഓൺ ടു ദ ഫേസ്ബുക്ക് പേജ് അല്ലെ ചെക്ക്. ആദ്യം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണ് ഇവിടെ സംസാരിക്കുന്നത്, എന്തിനെ കുറിച്ചാണല്ലോ ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ ഇറ്റ് ഇസ് UAE ഫുഡ് ഗൈഡ് page. Actually, we are a Facebook group. We started as a group. So to avoid the confusion, നമ്മൾ പേജിൽ UAE Food Guide -page എന്നുണ്ട്. So if you log in there, you will have a fair idea നമ്മൾ എന്താ ചെയ്യുന്നത്. അതെ, ഇപ്പൊ ചില ആൾക്കാരുടെ കയ്യിൽ ചില സീക്രട്ട് ടിപ്സ് ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അത് ചിലപ്പോൾ നമ്മൾ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലും നല്ല ചിക്കൻ കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നറിയാം, പക്ഷെ നമുക്കിത് ആരും പറയാൻ പറ്റില്ല. ബട്ട് ബേസിക്കലി ദിസ് ഗ്രൂപ്പ് ഡസ് ദാറ്റ് അല്ലെ. നിങ്ങൾക്കുള്ള ഒരു കഴിവ് അത് പുറം ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കുക അല്ലെ. What exactly happens in your group? See, one of the main things is this is not just food oriented, it's foodie oriented. I feel food is a great medium. നമുക്ക് കണക്ട് ചെയ്യാം and kind of a self empowerment also. There's nothing wrong. നമ്മൾ നല്ലത് വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ പറയാൻ നമ്മൾ നല്ല ഉണ്ടാക്കുന്നുണ്ട്. There's nothing wrong with it. So this is a great place because a lot of people will say that ചീത്ത പറയണേ ചീത്ത പറയൂ, but we get a lot of encouragement. Okay, എന്തൊക്കെ ഇവന്റ്സ് ആണ് ഈ പേജിൽ നടക്കുന്നത്? So നമ്മൾ broadly categorize ചെയ്യാൻ we have online events and offline events. Okay. Online events is mostly to target 2 things. ഒന്ന്, home cooking interest ഉള്ള ആൾക്കാർ.
പഠിക്കാന്, സെക്കൻഡ് ഹോം കുക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാര് ഐഡിയ കിട്ടാന് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മളിപ്പോ റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭയങ്കര കടിച്ചപ്പെടാത്ത പേരിലെ ഡിഷസ് കേൾക്കും. അങ്ങനെ എന്തായിരിക്കും ഇതിന്റെ സംഭവം? സോ ദാറ്റ് ഇസ് വാട്ട് യു പീപ്പിൾ ആർ ഇൻട്രൊഡ്യൂസിങ് അല്ലേ ഇവിടെ. അത് കീ തിങ് ഇസ് ഇപ്പോ റെസ്റ്റോറന്റ് പോയി കഴിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ രസം കിട്ടില്ല. ശരിയാണ്. സോ അപ്പൊ ലൈക്ക് ഇപ്പോ റീസെന്റ് വി ഹാഡ് പാകിസ്ഥാനി കുക്ക് ലോങ് ചെയ്തു. ഇവർ സർപ്രൈസ് ആകെ 6 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പക്ഷെ ആക്ച്വലി കറാച്ചി ദർബാറിൽ പോയി കഴിക്കുന്ന ഒരു കറിമാരി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. ഐ എം ഷുവർ അത് അവരുണ്ടാക്കിയോണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഈ കുക്കിംഗ് കാര്യം കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. വേറെ ഒന്നല്ല, ഇപ്പോ ഒരു ആസ് എ ബാച്ചിലർ നമ്മളിപ്പോ ഇവിടെ താമസിക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ ഫുഡ് റിലേറ്റഡ് പേജും നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ മേ ബി ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില വളരെ റെയർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, ഞാൻ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. താല്പര്യമാണ് അത് അവിടെ പോയി നമ്മൾ ആ ഒരു ഫുഡ് ട്രൈ ചെയ്യുക. അത് ഞാൻ ആക്ച്വലി സഞ്ജനയുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇപ്പൊ ഒരു 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 എന്താ പറയുക, ഒരു മെജോറിറ്റിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളൊരു സർവീസ് ചെയ്യുന്നുണ്ട്. സർവീസ് അല്ല, അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അല്ലേ? പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് നമ്മളെ ഗ്രൂപ്പിലെ ഫുഡീസിലെ ഏറ്റവും സ്ട്രെങ്ത് എന്താന്ന് വെച്ചാല് ദേ ഡോണ്ട് മെസ് വെൻ ഇറ്റ് കംസ് ടു ഫുഡ്. ഫുഡ് രസമില്ലെങ്കിൽ ഫുഡ് രസമില്ല എന്ന് പറയും, തുറന്നു പറയും. ആൻഡ് ചിലപ്പോഴൊക്കെ അവര് വിഷമിച്ചും പോകും, കുറെ ആഗ്രഹിച്ചു പോയി കഴിച്ചിട്ട് ഇത്രയും രസമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കണ്ടുപിടിച്ചാല് വി മേക്ക് ഇറ്റ് എ പോയിന്റ്, വി ടെൽ എവരിബഡി പോയി ട്രൈ ചെയ്യണം. ലൈക്ക് റീസെന്റ് ഞാനൊരു റോളയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് കഴിച്ചു. ഇറ്റ് ഈസ് ഫുഡ് പാലസ്, ഒരു തട്ടുകട എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ കുഡന്റ് വെയിറ്റ് to come back and call these people and tell them, you know, നമുക്ക് ഇവിടെ പോകണം, ഇവിടെ ആളവിടെ നിന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട്, അവിടെ കപ്പ് ഇട്ടുണ്ട്, ചമ്മന്തി ഇട്ടുണ്ട്. So these are the things that you crave for. So when you find it, you do want to let everybody know. Sure. അപ്പൊ എന്തായാലും UAE ഫുഡ് ഗൈഡ് എന്നാണ് ഈ ഒരു പേജിന്റെ അഡ്രസ്. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലോഗിൻ ചെയ്യുക. എന്തുകൊണ്ട് ഇതിൽ ലോഗിൻ ചെയ്യണം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്താൽ മാത്രമേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അറിയാൻ പറ്റുള്ളൂ. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് അതൊക്കെ ഒരു നല്ലൊരു പാട്ടിന് ശേഷം. വാട്ട് സേ മനു? തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. കാരണം ഷമീം മാത്രമല്ല, വേറെയും ഒരുപാട് ആൾക്കാർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ അവരൊക്കെ നമ്മളെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അവരുടെ ആ ഒരു ഫുഡ് റിലേറ്റഡ്. പിന്നെ ഫുഡ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താ അറിയോ, എന്തുണ്ടാക്കും. ഏറ്റവും വലിയ ടെൻഷനാണ്. എല്ലാ സാധനവും വീട്ടിലുണ്ടാവും, എന്തുണ്ടാക്കും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഇവർ മാറ്റി തരുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ ഈ പാട്ടിന് ശേഷമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. യെസ്, യു ആർ ലിസണിംഗ് ടു ലൈഫ് അറ്റ് മെട്രോ ഓൺ റേഡിയോ മീ 100.3 FM. It's magical. Very good afternoon. This is Life at Metro with you Sanjana and Manu. ഞാൻ ആക്ച്വലി സ്കൂളില് നമ്മൾ ഈ മയമൊക്കെ ചെയ്യില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഒക്കെ കേറുമ്പോ നമ്മള് പറയും നീ ചെയ്തു അല്ലെങ്കിൽ വേണം നീ ചെയ്തു എന്ന് പറയുന്ന പോലെ നമ്മൾ ആക്ച്വലി ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം. അപ്പൊ സഞ്ജു എന്റെ അടുത്ത് പറയും മനു ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ മനു സംസാരിച്ചോ. ഞാൻ പറയും സഞ്ജു സംസാരിച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ചോളാന്ന് പറയും. ഓക്കെ, യെസ്, വി ആർ ബാക്ക്. ദിസ് ഇസ് ലൈഫ് അറ്റ് മെട്രോ. UAE ഫുഡ് ഗൈഡ് ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആൻഡ് അടുത്ത ആള് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു, ലാൻസിയ. ആൻഡ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു 5 പേരെന്ന് പറഞ്ഞത് വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു ഗ്രൂപ്പിലുള്ളവരാണ്. 5 പേര് മാത്രമല്ല, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു പേജിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ റേഡിയോ മീയുടെ ഫേസ്ബുക്ക് പേജിൽ അവരൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് www.facebook.com/radiomi online എന്ന് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ആൻഡ് യെസ്, വി ഹാവ് ലാൻസിയ. Hi. Lensi, എത്ര നാളായി ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്? I've been here from the beginning. Since she started, I think 3 years. I've been here. Okay. ലെൻസിയുടെ സ്പെഷ്യാലിറ്റി എന്താണ് കുക്കിംഗില്? കുക്കിംഗിൽ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഐ ഡു എവറിത്തിങ്. യു ലേൺ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുതിയ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, അതോ ആർ യു ദ വൺ ഹു ഈസ് ഗിവിംഗ് ദം അങ്ങനെയാണോ? No, I want to be the soul of the group. I am a part of it since the beginning. So I think more than ഞാൻ ട്രൈ ചെയ്തതിനേക്കാളും I have been with them throughout the journey, so I have seen it grow. You have the special event on Mondays, അല്ലേ? Yes. Online cooking. Yes. എന്താണ് ഈ ഓൺലൈൻ കുക്കിംഗ്? Cook-alongs is basically your Monday dinner sorted. That's what we say. You will have a person selected and they'll put up their ingredients and
step by step videos ഉണ്ടാവും, step by step അത് എന്തൊക്കെയാ എങ്ങനെയാ ചെയ്യേണ്ടത്, how to go about doing a dish. Okay. And then everybody cooks it. So it's very nice at the end of the day when you actually see everybody, has cooked the same dish. Okay, first ഒരു ലീഡർ കാണിച്ചു കൊടുക്കും ഇന്ന സാധനങ്ങൾ One വേണം. person who brings the dish. Even the ingredients same day ആണോ പറയുന്നത്? I think A day before or 2 days before, we post the ingredients and we tell them to get ready with everything that you need. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഹസ്ബൻഡ്സ് മൺഡേ ആവുമ്പോൾ ഉച്ചയ്ക്ക് ഇതിന്റെ പേജ് ലോഗിൻ ചെയ്യും. രാത്രി എന്താ ഫുഡ് എന്ന് അറിയാനായിട്ട്. അവർക്ക് ഓരോ every Monday is different for them, for different variety. Especially അവർക്ക് ഡിസൈഡ് ചെയ്യാം പുറത്ത് അന്ന് രാത്രി പുറത്തുനിന്ന് കഴിക്കണോ അതോ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണോ എന്നുള്ള കാര്യം. എന്നിട്ട് എല്ലാവരും അന്നത്തെ ദിവസം ആ ഒരു ഡിഷ് സ്പെഷ്യൽ. അപ്പം ഈ കുസീന്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ കാണുന്ന എല്ലാം മലയാളീസ് ആണ് ഇവിടെ. സോ ഇസ് ഇറ്റ് ജസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ആണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് അതോ ഡിഫറെന്റ്? No, we have different ones. I think 2 weeks back we had a Pakistani one, okay, and then we have different kind of cuisines coming in. Now we have Umi Abdullah coming in. So everything is different happening. എന്താണ് ഈ ഉമ്മി അബ്ദുള്ളയുടെ ഇത്? We are starting a different segment on Wednesday called Feast Alongs. Feast Along, the kickoff is starting by the Umi Abdullah. That's the specialty of the group as of now. Okay, so this ഈ രണ്ട് ഇവന്റ്സ് ആണോ ഐ മീൻ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത് അതോ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? We are doing a lot of other events. We have the online tea party. എന്താണ് ഈ ഓൺലൈൻ ടീ പാർട്ടി? Other is where everybody sits making tea and some special dish at 4 o'clock and you have everybody posting our pictures. അവർ ചായയുടെ കൂടെ എന്താ കഴിക്കുന്നത്, എന്താ കടി ഒക്കെ ഉള്ളത്. ഈ 4 മണിക്കത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അറിയുന്ന ഒരു പഴംപൊരിയും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ യു ചെക്ക് ദ പേജസ് മനു, അയ്യോ പുതിയ കുറെ സംഭവങ്ങളുണ്ട്. ഓരോ പേരും അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെന്നിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. UAE ഫുഡ് ഗൈഡിന്റെ പേജിൽ മാത്രം കിട്ടുന്ന നമുക്കറിയാം. നമ്മളുടെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഇന്ത്യ മൊത്തത്തിൽ എടുക്കണ്ട, കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 10 മീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഈവൻ കുസീനിന് മാത്രമല്ല എല്ലാം കൊണ്ടും ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ ഒരു പേജിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി ചില സമയത്ത് ഒരാള് പുതിയതായിട്ട് വരുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു എടുത്തു പറയേണ്ട ഒരു ഈ പൊട്ടേറ്റോ വെച്ചിട്ടുള്ള ഐ തിങ്ക് ടീ പാർട്ടി. എനിക്കറിയുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ വേണമെങ്കിൽ ഒരു പൊട്ടേറ്റോ ബജിയും. പക്ഷേ ഐ വാസ് ഷോക്ക്ഡ്. ഓരോ ആൾക്കാർ പുതിയ പുതിയ സംഭവങ്ങൾ അതിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അല്ലേ? We had a lot of variety. Potato theme വെച്ചിട്ട് we did the online tea party. Yes. Yeah, that was a last minute plan actually. തലേന്ന് we decided that we're going to do a potato theme. എന്നിട്ട് we started off. ഓക്കെ. ഇപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UAE തന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് ചെയിൻസ് ഉള്ള ഒരു റോഡ്, അതൊക്കെയാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മളിപ്പോ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടതെന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാതെ നമുക്ക് ഇന്ന സൈഡിലേക്ക് പോകാം എന്നിട്ട് ചൂസ് ചെയ്യാന്നാണ് പലരും പറയാറ്, എസ്പെഷ്യലി വീക്കെൻഡ്സിൽ. അപ്പോൾ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഭക്ഷണം കഴിക്കുകയാണ്. ചിലപ്പോൾ കാറിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ടേക്ക് അവേ ആയിരിക്കും, പോയി കഴിക്കും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത റെസ്റ്റോറൻറ്റ്സ് ആണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോയി ട്രൈ ചെയ്ത് നമ്മളെ അഡ്ഡാ ഹണ്ട് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്പെസിഫിക്കലി നോട്ട് ലൈക്ക് ഒത്തന്റിക് കുസിൻസ്, എവിടെയും കിട്ടാത്ത ഡൈല്യൂട്ട് ചെയ്യാതെ പ്യുവർ ഫുഡ് ഇല്ല, പോക്കറ്റ് ഫ്രണ്ട്ലി. അപ്പോ നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്തത് അൽ അഫാദിലായിരുന്നു. അവിടെ ലക്നൌവി ഫുഡ്. നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോണത് കാൽക്കട്ട ഫുഡ്. കാൽക്കട്ട ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ടൗണിലൊരു ചെറിയൊരു സ്ഥലം. സോ കാൽക്കട്ട ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അവരെ ഒരു പ്രോൺസ് ആൻഡ് അത് കൂടാണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഫുഡ് പാത്ത്, അപ്പൊ നമുക്ക് ലുക്കിംഗ് ഫോർവേഡ് ടു ലെയിൻ സ്കാൻ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ്. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത ഉള്ളതാണ്, ഒരു ലൈനിൽ പലതരം കുസീനും ഫുഡും ആയിട്ടുള്ളത്. സോ നമ്മൾ കുറെ കാലമായിട്ട് ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഒഫീഷ്യൽ ആക്കുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോ പല രീതികളും വന്നിട്ടുണ്ട്. ലെയിൻ സ്കാനിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇറ്റ്സ് ലൈക്ക് എ ഫുഡ് ട്രെയിൽ, ഒരു റോഡില് മേ ബി വി വോണ്ട് ഗോ സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്. ഓരോ റെസ്റ്റോറന്റ് പോയി അവിടെ എന്താണ് ഒരു ഡെസേർട്ട്, probably trying Maharashtrian on one side, Chinese on the other side, Arabic, because Dubai has all of this in a one lane. So that's something we're starting now. മനു, എടുത്തു പറയുകയാണെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായില് എല്ലാ തരത്തിലുള്ള കുസീൻ കിട്ടും. പക്ഷെ എന്ത് കഴിക്കണം, എവിടുന്ന് കഴിക്കണം ഒരു കൺഫ്യൂഷൻ ആണ്. ഇഫ് യു ജോയിൻ ഈ ഒരു ഗ്രൂപ്പ്, ദേ ലെറ്റ് യു നോ എന്താണ് എവിടെ നിന്നാണ് കഴിക്കേണ്ടത്, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നത് എന്താണ് അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ്
എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ എ ഹൗസ് വൈഫ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഹസ്ബൻഡിന് മാത്രം കുക്ക് ചെയ്ത് ഭക്ഷണം കൊടുക്കണം, ആൻഡ് ഹസ്ബൻഡ് കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഭക്ഷണത്തിനെ കുറിച്ച്, കമോൺ ജോയിൻ ദിസ് ഗ്രൂപ്പ്. ഇവിടെ ജോയിൻ ചെയ്യുക. UAE ഫുഡ് ഗൈഡ് പേജ് എന്നാണ് ഈ ഒരു പേജിന്റെ പേര്. അവിടെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ കഴിവുകളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുക. ഇതുപോലെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മൺഡേസ് ആണ് അവർ കുക്ക് അലോങ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് അല്ലേ ഉള്ളത്. അപ്പൊ അവർ ഒരു ഇൻഗ്രീഡിയൻസ് തരും, അത് വെച്ച് കുക്ക് ചെയ്യുക, ഇത് വീട്ടിൽ പരീക്ഷിക്കുക, എന്നിട്ട് അതിന്റെ റെസ്പോൺസ് അവിടെ കാണുന്നതായിരിക്കും. അത് മാത്രമല്ല ഓരോ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് എന്തൊക്കെ പ്രത്യേകതകൾ അതിന് കൊണ്ടുവരാൻ പറ്റും അതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. ഇനിയും കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനു, തീർച്ചയായിട്ടും ഇവിടെ ഇനിഷ്യലി ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരല്ലാതെ ഓൾറെഡി പണ്ട് പോലെ ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ റീസെന്റ് ആയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് തഹസീൻ. വെൽക്കം ടു ദ ഷോ. സോ തഹസീന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ജസ്റ്റ്, അതായത് എങ്ങനെ ഈ ഒരു ഫുഡ് ഗൈഡ് ഗ്രൂപ്പിലേക്ക് എത്തി എന്നുള്ളത്? ഞാൻ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ ഉണ്ട്, പക്ഷെ ഒരു സൈലന്റ് മെമ്പർ ആയിരുന്നു. ഓക്കെ. അങ്ങനെ ഇപ്പൊ ബിരിയാണി പോട്ട്ലക്ക് ഫെബ്രുവരി 12th ഉണ്ടായിരുന്ന പോട്ട്ലക്കിനാണ് ഞാൻ പോയത്. എല്ലാരെയും ഫുഡ് എനിക്ക് ജീവനാണ്. ഓക്കെ. അങ്ങനെ പോട്ട്ലക്കിന് പോയി കഴിഞ്ഞപ്പോ ഫുഡീസിനെ ഭയങ്കര ഇഷ്ടമായി. ആ എന്താ പറയാ എനർജി ഇതൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അത് മാത്രമല്ല ഡിഫറെന്റ് തരത്തിലെ ബിരിയാണീസ് കഴിക്കാമല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒറ്റൊരു ടൈപ്പ് ചെയ്യണല്ലോ, ഇത് കുറെ വെറൈറ്റി കഴിക്കാം, പിന്നെ നമുക്ക് അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. നല്ല നല്ല വെറൈറ്റി ബിരിയാണീസ് ആയിരുന്നു. എല്ലാവരും നല്ല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി. മലബാർ മാത്രമല്ല, ഇവൻ നോർത്ത് നിന്നും ഉണ്ടായിരുന്നു, പാകിസ്ഥാനി ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ വിത്ത് ഫാമിലി ആയിരുന്നു ബിരിയാണി പോട്ട്ലക്ക് എന്ന് പറയുമ്പോൾ. ബാക്കിയെല്ലാം ഞങ്ങൾ ഫുഡീസ് മാത്രമേ കൂടാറുള്ളൂ. ഇത് വിത്ത് ഫാമിലി, ഹസ്ബൻഡ്, കിഡ്സ് ഒക്കെ ആയി എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവരും പരിചയപ്പെട്ട്, അതാണ് ഈ ബിരിയാണി പോട്ട്ലക്ക്. അങ്ങനെയാണ്, അതാണ് എന്റെ ഫസ്റ്റ് ഇവന്റ് ഇവരെ കൂടെ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കുറച്ച് ആക്റ്റീവായിട്ട് എത്തുന്നത്. ഞാൻ വന്നത്. ഓക്കെ, അപ്പോ പോട്ട്ലക്ക് എന്ന് പറയുന്നത് നല്ലൊരു പരിപാടിയാണ് സഞ്ജു. പക്ഷേ പ്രൊവൈഡഡ് നമ്മളും കുക്ക് ചെയ്ത് കൊണ്ടുപോകണം, ഏറ്റവും വലിയൊരു പ്രശ്നം. സോ യെസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് സോ യെസ്, അപ്പം ഇനിയിപ്പം എന്തൊക്കെയാണ് അടുത്ത ഇവരെ ഇവന്റ്സ്, അല്ലെങ്കിൽ ഇത്ര നാൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ സംസാരിക്കാം. ബട്ട് ഫോർ നൗ ലെറ്റ്സ് പ്ലേ എ സോങ്. എന്ത് പറയുന്നു? Okay, so yes, this is me, Sanjana, and you're listening to Life at Metro on Radio Me 100.3 FM. It's magical. 100.3. That's right, this is Life at Metro with you is Sanjana and Manu. Yes. ഈ കപ്പ് കേക്ക്സ് ഒക്കെ കഴിക്കണ്ടേ? പിന്നെ ഇവിടെ ഫുൾ അനൂപ് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് കേട്ടു, ഇതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് കണ്ടപ്പോ. ഇവിടെ ഫുൾ ഭക്ഷണത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഫോർ എ ചേഞ്ച് യു ഷുഡ് ജോയിൻ ദിസ് ഗ്രൂപ്പ്, ദാറ്റ് ഇസ് UAE ഫുഡ് ഗൈഡ് പേജ് എന്നാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്, അല്ലെങ്കിൽ ഈ ഒരു പേജ്. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുക, എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ നമ്മൾ കുക്കിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീട്ടിലിരുന്ന് ഇപ്പൊ ഒരു ഹൗസ് വൈഫ് ഷോ കേട്ടുകൊണ്ടിരിക്കുന്നത്, കം ഓൺ ജോയിൻ ദ പേജ്. ഒരു ഗ്രൂപ്പ് ആയിട്ട് അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകുന്നു, വർക്ക്ഷോപ്പ് നടക്കുന്നു, കേക്ക്സ് ഒക്കെ നിങ്ങൾ ബേക്ക് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മളോടൊപ്പം ഇപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് UAE ഫുഡ് ഗൈഡ് പേജിൽ നിന്ന് നാസ് ആണ്. നാസ് ഇവിടെ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനിപ്പോ 24 വർഷമായി. 24 വർഷമായിട്ട് UAEയിലുണ്ട്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ തലശ്ശേരിയാണ്. തലശ്ശേരിക്കാരാണല്ലോ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു കുറച്ചു നേരം പിന്നെ കണ്ണൂരിനെ പറ്റിയായിരിക്കും സംസാരം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ 24 years ആയിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇനിഷ്യലി എങ്ങനെയായിരുന്നു? ഇപ്പൊ നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മൊബൈലിലാണ് എല്ലാം ഉണ്ട് മൊബൈലില്. അപ്പോ പക്ഷെ ഒരു 24 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ലൈക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ബേബിയൊക്കെ ആയി അന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് അറിയാം, പക്ഷെ ബേസിക് ഫുഡ്. അതെ, എന്തെങ്കിലും നമുക്ക് അഭിപ്രായമോ അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കണമെങ്കിൽ ഇൻ കേസ് ഞങ്ങൾ ചോദിക്കുന്ന ആൾ അത്ര ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടു. അപ്പോ ഇടയ്ക്ക് ഞങ്ങള് അവരോട് ചോദിക്കും, ഇടയ്ക്ക് ഉമ്മാനെയൊക്കെ നാട്ടിൽ വിളിക്കും, ഇടയ്ക്ക് ഞങ്ങള് എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാക്കും. പക്ഷെ ഗ്രാജുവലിയിലേക്കിനോ വെൻ ഞങ്ങൾ കല്യാണം കഴിച്ചാല് ആ നാട് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അവിടെയുള്ള ഭക്ഷണവും ഞങ്ങൾ പഠിക്കണം. പിന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് ഭക്ഷണ പ്രിയനാണെങ്കിൽ ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ സർക്കിൾസ് ഞങ്ങൾ കൂടുതൽ. ഫ്രൈഡേസ് ആരൊക്കെയാണ് വീട്ടിൽ വരുന്നത് അറിയാം? ഫ്രൈഡേ ഇല്ല, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാ ദിവസവും. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നാസിന്റെ അടുത്ത് തന്നെ ചോദിക്കാലോ,
ചോദിച്ചാലോ, അതായത് അതിൽ നിന്നിപ്പോ UAE ഫുഡ് ഗൈഡിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു 24 years ആയിട്ട് അങ്ങനെ ഒരു എവല്യൂഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആവും. ആ സമയത്ത് ഞങ്ങൾ എല്ലാം എക്സ്പെരിമെന്റ് വൈസ് അപ്പൊ ഇത് ഉണ്ടാക്കി വെക്കാം, അവർക്ക് ഇഷ്ടമായിരിക്കും, ഇവർക്ക് ഇങ്ങനെ വേണോ അങ്ങനെ വേണം. ഇപ്പൊ ഞങ്ങൾ എന്തുണ്ടാക്കുന്നത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. അതാണ് ഇപ്പോ പണ്ടൊക്കെ ഒരു കൈയളവ് കണ്ണളവ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് എത്ര ഇപ്പോ മുളക് പൊടിയാണ് ചേർക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ കാണിക്കും. പക്ഷെ ഇപ്പോ ഇവരെല്ലാവരും വളരെ എന്താ പറയാ സഞ്ജു, പ്രൊഫഷണൽസ് ആണ്. അതായത് 2 ടീസ്പൂൺ എന്നൊക്കെയാണ്, എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ്. അതല്ല 2 ടീസ്പൂൺ ഒന്നും പറയേണ്ടിയില്ല. ഇഫ് വി പുട്ട് 2 ടീസ്പൂൺ എന്നിട്ട് അത് ചിലപ്പോ എന്തെങ്കിലും പറ്റാണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അതിനെ എങ്ങനെ ശരിയാക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ ഈ UAE ഫുഡ് ഗൈഡിൽ ഏറ്റവും അധികം ഹെൽപ്പ് എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് ഞങ്ങളെ പോലത്തെ സീനിയേഴ്സ് ഉണ്ടാവുമ്പോൾ വി ഓൾസോ എൻജോയ് ലൈക്ക് അവർ ഭയങ്കര സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വി ആർ ഫീലിംഗ് സോ ഹാപ്പി ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ഓൾ ടു ദം ദാറ്റ് സ്റ്റിൽ ഇത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇങ്ങനെ 2 സ്പൂൺ 1.5 സ്പൂൺ ഒന്നും ആക്കണ്ട. ഇഫ് യു പുട്ട് ലൈക്ക് ഇടയ്ക്കൊന്ന് 1 സ്പൂൺ ഇടാ, ഇടയ്ക്കൊന്ന് 1/2 സ്പൂൺ ഇടാ, ഇറ്റ് ബി ഫൈൻ. ലൈക്ക് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യണം, ഏറ്റവും ഫ്രഷ് ഫുഡ് തിന്നണം, ആൻഡ് ലൈക്ക് യു നോ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഫ്രീസ് ഒന്നും ചെയ്യാതെ ലൈക്ക് ഇഫ് യു ടേക്ക് ഫുഡ് എവറി ഡേ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഫോർ കിഡ്സ് ആൻഡ് യുവർ ഹസ്ബൻഡ് ഓൾസോ. പിറ്റത്തെ ദിവസം ആ കറി ചൂടാക്കി കൊടുത്താൽ. എന്തായാലും മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ഇനി ലൈവിൽ ജോയിൻ ചെയ്യാനുണ്ട്. ആൻഡ് ഈ ഒരാളെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്ര നേരം ഇങ്ങനെ എന്താ പറയാ ഈ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഫോട്ടോഗ്രാഫി ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ കൈയാന്ന് തോന്നുന്നു, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആളാണെന്ന് തോന്നുന്നു ഒരു ഫുൾ ടൈം അല്ലേ. അത് മാത്രല്ല റസ്മീന, ഞാൻ പേര് പറയാൻ പറഞ്ഞു, റസ്മീന, വെൽക്കം ടു ദി ഷോ. ഇത് എടുത്തു പറയേണ്ടത്, അതായത് ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് അല്ലെങ്കിൽ ഇത് അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇനി റസ്മീന പറയാൻ പോകുന്നത്. ആർക്കും ഒരു ഗോൾ ഉണ്ടാവും, ഏതൊരു ടീമിനും ഒരു ഗോൾ ഉണ്ടാവും. ഇനിഷ്യലി ഇത് തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വേണം എന്നായിരുന്നു ഗോൾ. ആൻഡ് ആ ഒരു ആൾക്കാരായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നായിരുന്നു അടുത്ത ഗോൾ. ആൻഡ് ഇപ്പോ എത്തി നിൽക്കുന്നത് അത് രണ്ടും നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ടും ഓരോരോ കോൺടെസ്റ്റ് ആയിട്ടും. ആൻഡ് ഇനി UAE ഫുഡ് ഗൈഡിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? Basically, for the next year, we have this thing in mind. We're doing a kids workshop, kids food workshop, cooking workshop, and also ഗാർഡനിൽ തന്നെ നമ്മളുടെ ഭക്ഷണം, കിച്ചണിൽ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സ്വന്തം ബാൽക്കണിയിലോ ഗാർഡനിലോ. ആൻഡ് കിഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഫ് യു ആസ്ക് ടു ടുഡേസ് ചിൽഡ്രൻ ലൈക്ക് 4-5 year old ചിൽഡ്രൻ എന്താണ് ഭക്ഷണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഭക്ഷണം എന്ന് അറിയുന്നത് KFC, പിസ്സ ആൻഡ് ചോക്ലേറ്റ്സ്, ചിപ്സ്, ജ്യൂസസ്. when actually these are chemical experiments. പക്ഷെ ഫുഡ് എന്താണെന്നുള്ളത് ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് ഒരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ പാൽ തരുന്ന ആരാന്ന് ചോദിച്ചാൽ to be very honest, I've grown up here, and I thought the vegetables നമ്മൾ വാങ്ങാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നതാ. I had no idea ഇത് farmers ഉണ്ടാക്കിയിട്ട് വരുന്നതാ. So basic idea is കുട്ടികൾക്ക് മനസ്സിലാവുക എന്താണ് ശരിക്കും ഭക്ഷണം എന്നുള്ളത്. ഈവൻ എനിക്ക് തോന്നുന്നു ഈ ഒരു കൺട്രിയും ഇപ്പൊ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓർഗാനിക് ഫാംസ് ഉണ്ട്. ആൻഡ് ഈവൻ സൂപ്പർ മാർക്കറ്റ്സിൽ തന്നെയാണെങ്കിലും അതിനൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. ചൈൽഡ് ഒബേസിറ്റി ഇപ്പൊ ഇവിടെ കൂടിക്കൊണ്ട് ഡയബറ്റീസ് ആൻഡ് ചൈൽഡ് ഒബേസിറ്റി അതാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ബേസിക്കലി കുട്ടികൾക്ക് എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കും? വാട്ട് ഇസ് പ്രോസസ് ഫുഡ് ആൻഡ് അതാണോ ഡിഫറൻസ് ആണോ അതോ? ബിക്കോസ് കിഡ്സ് ഹാവ് ദെയർ ഓൺ വേ ഓഫ് സ്റ്റഡിങ്. അപ്പൊ അവരോട് നമ്മൾ ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എന്ന് ഡയറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞാല് അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് ക്യൂരിയോസിറ്റി കൂടി ഇത് കഴിച്ചാൽ എന്താ. നേരെ മറിച്ച് അവർക്ക് തന്നെ ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താണ് ശരിക്കും ഭക്ഷണം എന്നുള്ളത്. ബിക്കോസ് ഇപ്പോ നമ്മള് TV തുറന്നാല് മാസ്റ്റർ ഷെഫ് കിഡ്സ് ആണ് കാണുന്നത്. അപ്പൊ കുട്ടികൾ തന്നെ വേറൊരു ലെവലിലാണ് ചിന്തിക്കുന്നത്. ഓ, ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വേണം, ഈ സാധനങ്ങളൊക്കെ വേണം, ഇത്രയും പെർഫെക്ഷനിലായിരിക്കണം. പക്ഷെ അതെ, ഓ മൈ ഗോഡ്, ഇറ്റ്സ് ലൈക്ക് കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത. പക്ഷെ ആക്ച്വലി കുട്ടികൾ വിചാരിച്ചാൽ പെട്ടെന്ന് ഒരു ബുൾസൈ ഉണ്ടാക്കാം, പെട്ടെന്ന് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാവും, പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ബേസിക്കലി വാട്ട് വിൽ ഡു ഇസ്
നമ്മളുടെ ഈ മംസ് ഇതിലെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം എവിടെയാണ് കുട്ടികളെ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെ ഭക്ഷണം ബേസിക് തിങ്സ് എങ്ങനെ കിച്ചണിൽ ഇറങ്ങി അവർക്കായിട്ട് ഉണ്ടാക്കാം. അറ്റ് ദ സെയിം ടൈം സേഫ്റ്റി, ഗ്യാസ്, ഇതൊക്കെ ഒരു ഇഷ്യൂ ആണല്ലോ. ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് coming to the gardening also, ipam almost nammada group il half of them are actually balcony gardening. Okay. And we are growing our food. Okay. എനിക്ക് പെട്ടെന്ന് മഞ്ജു വാര്യർ മനസ്സിൽ ഓർമ്മ വരുന്നു. പാതി വഴി വിത്തായിരിക്കാം ഇപ്പൊ വളർന്നു. പക്ഷെ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, യെസ്, ഇപ്പോ ഇങ്ങനെ വലിയൊരു എന്താ പറയാ ബ്രില്യൻ കോൺസെപ്റ്റ്. കാരണം ഇനി വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, അവിടെ വളർന്ന കുട്ടികളാണ്, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡിന് എക്സ്പോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ ഒരു നല്ലൊരു ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോ UAE ഫുഡ് ഗൈഡ് തന്നെ റെസ്റ്റോറന്റ് റിവ്യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളുടെ ഇപ്പോ ലൈഫ് ഇൻ മെട്രോയിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരച്ചട്ടി റെസ്റ്റോറന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് മൺഡേ കരച്ചട്ടി റെസ്റ്റോറന്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ബെസ്റ്റ് ബിരിയാണി ഇൻ ടൗൺ കരച്ചട്ടി റെസ്റ്റോറന്റ്. സോ യു ഷുഡ് ഗോ. നിങ്ങൾ എല്ലാവരും ഓരോ റെസ്റ്റോറന്റിൽ പോകും. സോ അവിടെ പോയി തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യണം. ആൻഡ് ഏറ്റവും നല്ല ഫുഡുകൾ എവിടെയാണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ യു ജസ്റ്റ് നീഡ് ടു ഫോളോ ദ പേജ്, ദാറ്റ് ഇസ് facebook.com/UAE food guide പേജ് എന്നാണ് ഇവരെ ID. ആൻഡ് ജസ്റ്റ് ഫോളോ ദാറ്റ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി വരാനിരിക്കുന്ന ഇവന്റ്സ് വളരെ ക്വിക്ക് ആയിട്ടൊന്ന് പറയാം. നമ്മൾ റെസ്റ്റോറന്റ് റിവ്യൂസ് ഇപ്പൊ കാര്യമായി ചെയ്യും. പനവാരി കറിച്ചട്ടി എന്ന് പറയുന്നത് കുറെ ആൾക്കാരായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കണം എന്ന്. സോ ഫൈനലി മൺഡേ ആണ് നമ്മൾ തീരുമാനിച്ചത്. വി ആർ ഹോപ്പിംഗ് ടു ഗോ ട്രൈ ദിയർ ഫുഡ്. വി ഹേർഡ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ലൈക്ക് യു സെഡ് ദ ബിരിയാണി ആൻഡ് സ്റ്റഫ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ പോയി വി ട്രൈ ദ ഫുഡ് ഔട്ട്. വി ഡിസൈഡ് പാനലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ഒരു 5 കാര്യങ്ങൾ നമ്മൾ UAE ഫുഡ് ഗൈഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജിൽ വരും. സോ ഇഫ് യു ലൈക്ക് ദ പേജ് യു വിൽ കീപ് ഗെറ്റിംഗ് ദീസ് അപ്ഡേറ്റ്സ്. Okay. So what's coming up is tomorrow we have Ummi Abdullah online feast along series. ഒരു സ്പെഷ്യൽ ഡിഷ് ആണ്, ഈസി ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം and you can make it. Online events ആയിട്ട് again we have a gardening workshop happening. നമ്മൾ ഫേസ്ബുക്ക് അല്ലാണ്ട് തന്നെ പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റ വുഡ് ബി ബെസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് UAE_food_guide. Okay. Yeah. അപ്പൊ എന്തായാലും ഇനി മൺഡേസ് രാത്രി എന്തുണ്ടാക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൺഡേ ഡിന്നർ സോർട്ടഡ്. യെസ്, അത് UAE ഫുഡ് ഗൈഡ്. ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. കാരണം ഇവരൊരു കോൺടെസ്റ്റ് ഇവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ്ബുക്ക് പേജിൽ. ആൻഡ് എന്താ പറയാ, ആ ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ ഇങ്ങോട്ട് വരാൻ പോവാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവർക്കൊരു വിന്നർ ഉണ്ട്. ആ ഒരു വിന്നറുടെ പേര് കൂടി പറയാം. Yes, we've completed our contest. Question was, at which frequency can you find Radio Me? ഫ്രീക്വൻസി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഫോട്ടോ. അപ്പൊ കുറെ ആൻസേഴ്സ് ഇന്നലെ മുതൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇസ് ബസിംഗ് വിത്ത് നോട്ടിഫിക്കേഷൻസ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ആരാണ് വിന്നർ? We've picked a winner. The winner is Zarin Hanif. ആക്ച്വലി എന്താ പറയാ, ഒരു ഫസ്റ്റ് ഡേ ഒരു ഷോയിൽ വരിക ആൻഡ് ആ ഒരു ഓൺലൈൻ കോൺടെസ്റ്റിലൂടെ സെറൈൻ വിന്നർ ആവുക. ഗ്രേറ്റ് തിങ്. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ കൊണ്ടുവരേണ്ടത്, കിച്ചണിൽ പുതിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതുപോലത്തെ കഴിവുണ്ടെങ്കിൽ come on, do post it on their Facebook page, that is UAE Food Guide page. Thank you guys and thanks a lot for the cupcake. പിന്നെ ഇവിടെ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ നമുക്കുമായിട്ടാണ് വന്നിട്ട്. It is lovely talking to you all. Thank you so much. Thank you. 100.3 FM